ചികിത്സാ പിഴവിന് പിന്നാലെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ജീവനക്കാരുടെ കുറവ് നീക്കാൻ നടപടി. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മേധാവികൾക്ക് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നിർദ്ദേശം നൽകി. നഴ്സിംഗ് അസിസ്റ്റന്റുമാരെ അടിയന്തരമായി നിയമിക്കാൻ മുൻഗണന. കത്രിക വിവാദത്തിന് പിന്നാലെ ഗൈനക്കോളജി വിഭാഗത്തിൽ വേണ്ടത്ര ജീവനക്കാരില്ലെന്ന വിമർശനമുയർന്നിരുന്നു. അശ്വിൻ പാലാടിയാണ് ആലപ്പുഴയിൽ നിന്ന് ചേരുന്നത്. വിവരങ്ങളുമായി അശ്വിൻ, ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകേണ്ടി വന്നോ ഇത്തരത്തിൽ കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ? സ്മിത പ്രവിധ, ഇത്തരത്തിലൊരു പ്രശ്നം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ആളുകളുടെ ജീവനക്കാരുടെ കുറവ് പല കുറിയായ പല സംഘടനകളും ഡോക്ടർമാരുടെ വിവിധ വകുപ്പ് മേധാവികളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും ഇത്രയും കാലം അത് പരിഹരിക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതായി കത്രിക വിവാദത്തിന് പിന്നാലെ അത്തരത്തിലൊരു ഇടപെടലിലേക്ക് സർക്കാർ പോവുകയാണ്. അതിന് മുൻപ് സർക്കാർ നിർദ്ദേശപ്രകാരം തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ ഒരു സർക്കുലർ ഇറക്കിയിരിക്കുകയാണ്. അടിയന്തരമായി നിലവിലുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനും ആളുകളെ റിക്രൂട്ട് ചെയ്യാനുമുള്ള ഒരു നിർദ്ദേശമാണ് വകുപ്പ് മേധാവികൾക്ക് നൽകിയിരിക്കുന്നത്. അതിന്റെ ആദ്യപടി എന്നുള്ള നിലയിൽ എത്ര ഒഴിവുകളുണ്ട്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ എത്ര ആളുകൾ വേണം എന്ന കണക്ക് കൃത്യമായി നൽകാനാണ് വകുപ്പ് മേധാവികൾക്ക് നൽകിയിരിക്കുന്ന സർക്കുലർ. ഒരു സമഗ്ര ഹ്യൂമൻ റിസോഴ്സ് വിലയിരുത്തൽ നടത്തുക എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ എന്തുകൊണ്ട് ഇതിപ്പോൾ നടത്തുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഉഷ ജോസഫിന്റെ വയറ്റിൽ കത്രിക മറന്നുവെച്ച അതിന്റെ വിശദീകരണമായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും അടക്കം പറഞ്ഞിരുന്ന കാര്യം അന്ന് വേണ്ടത്ര ജീവനക്കാർ ഉണ്ടായിരുന്നില്ല. അത് ഇതിന് വലിയ പ്രതിസന്ധിയായി എന്നുള്ളതാണ്. ഒപ്പം ഇന്നലെ ആരോഗ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിലും അന്വേഷണ റിപ്പോർട്ടിലും ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ജീവനക്കാരുടെ കുറവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് തന്നെ 2 ഓപ്പറേഷനുകളിൽ പങ്കെടുക്കേണ്ടി വന്നു എന്നുള്ളത്. ഒപ്പം ആദ്യ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ അന്നത്തെ ഗൈനക്കോളജി വകുപ്പ് മേധാവിയായിരുന്ന ലളിതാംബിക കരുണാകരൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇത് സിസ്റ്റത്തിന്റെ വീഴ്ചയാണ്, കൃത്യമായ ആളുകളില്ല, ഈ ഉപകരണങ്ങളൊക്കെ കൃത്യമായി സൂക്ഷിക്കാനും അതിന്റെ കണക്കെടുക്കാനും ആളുകളില്ല എന്നടക്കമുള്ള വിമർശനം രൂക്ഷമായി ഉന്നയിച്ചിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് ഒരു തിരിച്ചറിവിലേക്ക് സർക്കാർ മെഡിക്കൽ കോളേജ് കടക്കുന്നത്. അടിയന്തരമായി, അതായത് 25-ാം തീയതിക്ക് മുമ്പ് ഈ കണക്കുകൾ നൽകി ആളുകളെ കുറവ് നികത്താനുള്ള ഇടപെടൽ നടത്തണം എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ശരി, അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഈ സിസ്റ്റത്തിന്റെ വീഴ്ച എന്നുള്ള ഒരു വിമർശനം ഉയർന്നതിന് ശേഷം ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായി. ആ പാവം ഇത്രയും കാലം വേദനിച്ച് ഇങ്ങനെ ജീവിച്ചു. ഇത്രയും വലിയ വിവാദത്തിലേക്ക് വരുമ്പോഴാണോ ഇതിനൊക്കെ ഒരു പരിഹാരമാകുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ എന്തായാലും നിൽക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.